എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മളൊക്കെ ആ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഗീതു ഇങ്ങനെ ഗോവിന്ദിന്റെ അടുത്ത് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് വിജയലക്ഷ്മിയുടെ അമ്മയാണെന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ വിജയലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഗീതുവും വിജയലക്ഷ്മിയും മനഃപൂർവ്വമാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അവരുടെ ഈ ഒരു വരവ് രണ്ടുപേരും കൂടി മനഃപൂർവ്വം വെച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനെ നമ്മുടെ വിജയലക്ഷ്മിയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മിയോട് നമ്മുടെ അമ്മയുടെ മുഖത്ത് നോക്കി നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇനി ഞാൻ കാണില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ നമ്മുടെ ആ ഒരു അറയ്ക്കൽ വീട്ടിലെ മറ്റുള്ളവരോട് ആ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു നിമിഷം കേട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. വിജയലക്ഷ്മിയാണ് നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ അമ്മ. പക്ഷേ അവർ എന്തിനൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ ഒരു കുടുംബം ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു കാര്യം അയ്യപ്പനും അറിയില്ല, അവർ ആർക്കും അറിയില്ല. അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഷോക്കിലാട്ടോ. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗോവിന്ദും നമ്മുടെ ഗീതുവും തമ്മിലുള്ള ഒരു സംസാരം കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ അടുത്താട്ടോ പറയുന്ന, എന്നെ ആ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളെ വിട്ട് പോകാൻ കാരണം എന്താണെന്ന് ചോദിക്കുക ഗീതു ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാട്ടോ നമ്മുടെ ഗോവിന്ദ് ഈ ഓരോ ചോദ്യങ്ങളും പറയുന്നത്. ഗോവിന്ദിൻ്റെ ആ ഒരു കരച്ചില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഉള്ളിൽ അത്രമാത്രം നമ്മുടെ അമ്മയോടുള്ള ഒരു സ്നേഹമുണ്ട്. പക്ഷേ അമ്മ എന്തിനൊരു ദിവസം തങ്ങളെ എല്ലാവരെയും ഒരു ദിവസം പെട്ടെന്ന് ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ചോദ്യവും ആ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ചെറുപ്പക്കാരനായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദിന്റെ ആ ഒരു സങ്കടമൊക്കെ മനസ്സിലാക്കാതെ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ആ ഒരു കരച്ചിലും സങ്കടമൊക്കെ ചോദ്യങ്ങളും തന്നെയായിരുന്നു കേട്ടോ പിന്നീട് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. എന്തായാലും കഥയിൽ ഭയങ്കര ഒരു വഴിത്തിരിവ് തന്നെയായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.